ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഷൈൻ വണ്ടി ക്ലച്ച് റേസ് ആവണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ക്ലച്ച് ഡിസ്ക് ഫുള്ളായിട്ട് ഡാമേജ് വന്നേക്കാണ്. അതിനകത്ത് ഈ വന്ന സെൻറ്ററിൽ വരുന്ന ഈ പ്ലേറ്റൊക്കെ ഉണ്ടോ ഫുള്ള് ഹീറ്റായിട്ട് ശരിക്കും ഒരു എന്താ പറയുക ക്ലച്ച് ഡിസ്കൊക്കെ കത്തിയേക്കുന്ന ഒരു അവസ്ഥയിൽ ശരിക്കും ഹീറ്റായി ഉള്ള കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല ക്ലച്ചിനകത്ത് ക്ലച്ച് ഇങ്ങനെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ സ്ലിപ്പായി കിടന്ന് ഓടുന്ന സമയത്ത് അത് അരഞ്ഞ് ഈ ഓയിലിൻ്റെ കൂട്ടത്തിലേക്ക് വരും. അതാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഓയിലിനകത്തും കൂടി മിക്സ് ആയേക്കാണ്. അപ്പോൾ കാര്യം ഓയിൽ മാറ്റിയിട്ട് ഒരുപാടായിട്ടില്ല, വലിയ പഴക്കമില്ലാത്ത ഓയിൽ. പക്ഷേ അതിനകത്ത് ഉള്ളിലേക്ക് ആയേക്കണം കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നല്ല അഴുക്കാണ്, ശരിക്കും ചളി പോലെ ഇങ്ങനെ ഉണ്ട് സംഭവം അതിനകത്ത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് ശരിക്കും ഒരു നെറ്റ് പോലത്തെ സാധനം, അത് ഫുള്ള് ബ്ലോക്കായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓയിൽ നമുക്ക് മാറ്റണം. സ്ക്രീൻ ഫിൽറ്റർ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ക്ലീൻ ചെയ്ത് നമുക്ക് കയറ്റിയിടാം. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും വേണം നമുക്ക് മാറ്റേണ്ടത്. പിന്നെ അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. നിലവിൽ നമുക്ക് ഈ ഒരു വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ കേബിളും കൂടി ഒന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കാരണം ക്ലച്ച് കേബിൾ ചെറിയൊരു ഔട്ടർ വലിച്ചിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. കാരണം നമ്മളിപ്പോൾ ഇത്ര പൈസ മുടക്കിനി ചെയ്തിട്ട് ക്ലച്ചിൻ്റെ കേബിളിനി ലോഡായി കിടന്ന് വീണ്ടും കംപ്ലയിൻസൊക്കെ വന്നുകൂടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല നമുക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തായാലും വൈകുന്നേരം ആവുള്ളൂ. ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.